ഏറ്റവും വലുപ്പം കുറഞ്ഞ ശവപ്പെട്ടികളാണ് ഏറ്റവും ഭാരം കൂടിയവ എന്നൊരു പറച്ചിലുണ്ട്. കുഞ്ഞുങ്ങളുടെ മരണമാണ്, ചെറിയ കുഞ്ഞുങ്ങളുടെ മരണമാണ് ഏറ്റവും ദുഃഖമുണ്ടാക്കുന്നത് എന്ന അർത്ഥത്തിൽ. നമുക്കത് പ്രത്യേകിച്ചൊരു പറച്ചിലോ ചൊല്ലോ ഇല്ലാതെ തന്നെയും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ മരണം, അവരുടെ വേർപാട്, അകാലത്തിലെ വേർപാട് അങ്ങേയറ്റം വലിയ ദുഃഖമാണ് പൊതുവിൽ ആളുകൾക്കാകെ ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങൾ പക്ഷേ ധാരാളമായിട്ട് മരിക്കുന്നു, കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുക പോലും ചെയ്യുന്നു. ലോകത്തിലെല്ലായിടത്തും കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്. അത് വലിയ തോതിൽ യുദ്ധങ്ങളിലും മറ്റുമൊക്കെ വലിയ തോതിൽ ആളുകളെ സങ്കടപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളെ സ്വന്തം അമ്മമാർ തന്നെ കൊല്ലുന്ന സംഭവങ്ങളുമുണ്ട്. ലോകത്തെമ്പാടുമുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, കേരളത്തിലുമുണ്ട്. അങ്ങനെ സ്വന്തം കുഞ്ഞുങ്ങളെ അമ്മമാർ കൊല ചെയ്ത സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ, ന്യൂസ് മലയാളത്തിൻ്റെ റിപ്പോർട്ടർ ഫൗസിയ മുസ്തഫ ഒരു വളരെ ഞെട്ടിക്കുന്ന വലിയ ഒരു വാർത്താ സീരീസ് തയ്യാറാക്കിയത്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ സ്വന്തം അമ്മമാർ കൊന്നുകളയുന്നത്? സ്വന്തം വയറ്റിലിട്ട് 9 മാസം, ദീർഘമായ കാലയളവാണ് മനുഷ്യജീവിക്ക് ഗർഭധാരണത്തിൻ്റെ കാലയളവ്. 9 മാസത്തോളം സ്വന്തം വയറ്റിലിട്ട് പോറ്റിയ കുഞ്ഞ് ജനിച്ച് പുറത്തേക്ക് വന്ന് അതിനെ വളർത്തുന്നതിനിടയിൽ അമ്മമാർ തന്നെയും കൊല ചെയ്ത് കളയുന്നു എന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ എന്നതാണ് ഫൗസിയ മുസ്തഫ വിശദമായിട്ട് പരിശോധിച്ചത്. 112 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഫൗസിയ മുസ്തഫ അവരുടെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അതിന് വിവരങ്ങൾ ശേഖരിച്ചു. കുഞ്ഞുങ്ങളെ കൊന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് മാധ്യമങ്ങളും മറ്റും പുറത്തു നൽകിയിരുന്ന ചിത്രം. കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടിപ്പോകാൻ, ഭർത്താക്കന്മാരോടുള്ള രോഷം കൊണ്ട്, വീട്ടുകാരോടുള്ള പ്രശ്നം കൊണ്ട്, അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട്, സാധാരണ നമ്മൾ അറിയുന്ന കാരണങ്ങൾ കൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊന്നും കിണറ്റിലിട്ടും അല്ലാതെയും ഒക്കെ കൊന്നുകളഞ്ഞു അമ്മമാർ എന്ന് പലതരം വാർത്തകൾ പുറത്തു വരാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അന്വേഷിച്ചു ചെന്ന ഫൗസിയ മുസ്തഫയ്ക്ക് കണ്ടെത്താനായത് ഇത് മാത്രമല്ല കാരണങ്ങൾ, ഇതല്ല കാരണങ്ങൾ, യഥാർത്ഥ കാരണങ്ങൾ ഇവയല്ല എന്നാണ്. അത് അതിഗുരുതരമായിട്ടുള്ള ഒരു മാനസിക രോഗ പ്രശ്നം, ഗർഭാവസ്ഥയിലും പ്രസവാനന്തരവും സ്ത്രീകളെ ബാധിക്കുന്ന പെരിനാറ്റൽ സൈക്കോസിസ് എന്ന് പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടുന്ന, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്നും പോസ്റ്റ്മോർട്ടം പ്രശ്നങ്ങളെന്നുമൊക്കെ പൊതുവിൽ വൈദ്യശാസ്ത്ര മേഖലയിലുള്ളവർ അറിയുന്ന അതിഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അമ്മമാർ അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞത് എന്ന വിവരമാണ് ഫൗസിയ കണ്ടെത്തിയത്. അതിപ്പോൾ ന്യൂസ് മലയാളം വളരെ ഗൗരവത്തോടു കൂടി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളമാകെ തന്നെയും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് പുറത്തുള്ള ആരോഗ്യ മേഖലയിലും ഈ മേഖലയിലാകെ പ്രവർത്തിക്കുന്ന ആളുകൾ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയമായിട്ട് മനസ്സ് തകർന്നവർ മക്കളെ കൊന്നവർ എന്ന ന്യൂസ് മലയാളത്തിൻ്റെ ഈ വാർത്താ സീരീസ് ഇതിനകം തന്നെ കാരണമായിട്ടുണ്ട്. ലക്ഷ്മി, ആ നിലക്കത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ എൻ്റെ അത്ഭുതം, ഇത്ര കാലമായിട്ട് പോലും ഇത്രമാത്രം സ്ത്രീകൾ പ്രസവാനന്തരം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചു, കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു, സ്വയം ആത്മഹത്യ ചെയ്തു. എന്നിട്ടും പക്ഷേ ഇത്രയും കാലം ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വലിയ അത്ഭുതമായി തോന്നുന്നു, അല്ലേ? എനിക്കങ്ങനെ തോന്നി. എനിക്കും തോന്നിയത് അതാണ്. നമ്മൾ ഈ ആരോഗ്യ രംഗത്തെ കേരള മോഡൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച് ഒരുപക്ഷെ വളരെ നേരത്തെ ചിന്തിക്കേണ്ട ഒരു സ്റ്റേറ്റാണ് കേരളം. അങ്ങനെ ചിന്തിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു പദ്ധതിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അമ്മ മനസ്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി വിഭാവനം ചെയ്തിരുന്നു. പക്ഷേ അത് കോവിഡ് കാലവും വന്നതുകൊണ്ടും അങ്ങനെ അതങ്ങ് മുടങ്ങിപ്പോയതാണ്. അത് വേണ്ട വിധത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. അത് കെ ശൈലജ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് എനിക്ക് തോന്നിയത് കോവിഡ് സമയമായപ്പോൾ അത് നിലച്ചു എന്നുള്ളതാണ്. കോവിഡ് സമയത്തായിരുന്നു ശരിക്കും ഈ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് എന്നുള്ളതാണ്, അല്ലേ? കോവിഡ് സമയത്തല്ലേ ആളുകൾ വീടിനുള്ളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ച സമയം കോവിഡ് സമയമാണ്. ഉറപ്പായും ആ സമയം ഗർഭിണികളും നമ്മൾ ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കൊലപാതക വാർത്ത, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വാർത്ത വരുന്നത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഭ്രമാത്മകമായിട്ടുള്ള കാരണങ്ങളാണ്, അല്ലേ? അല്ലാതെ ഇങ്ങനെ ഒരു മാനസിക പ്രശ്നം അവർക്കുണ്ടായിരിക്കാം എന്നത് സംബന്ധിച്ചുള്ള ചർച്ച ഞാൻ കണ്ടില്ല, അല്ലേ? അത് ഈ പറഞ്ഞ പദ്ധതിയിലും അങ്ങനെ വന്നോ? അത് അമ്മ മനസ്സ് എന്ന് പറയുന്ന പദ്ധതി അതിനുവേണ്ടി തന്നെ വിഭാവനം ചെയ്തായിരുന്നു. ഈ ഗർഭാനന്തര കാലത്തെ സ്ത്രീകളിലെ മാനസിക പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു ആ പദ്ധതി ഉണ്ടായിരുന്നത്. പക്ഷെ അത് വേണ്ട വിധത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആ ആദ്യത്തെ സ്റ്റോറിയിൽ സനീഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ സ്റ്റോറി തന്നെ ആ ഉമ്മ പറയുന്നത്, കുട്ടിയും കൊണ്ട് ഏറെ നേരം ഇരുന്നു, എന്നിട്ട് ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ അതിനെ പരിഗണിക്കാൻ തയ്യാറായില്ല എന്നുള്ളത്, ആ ഉമ്മയ്ക്കുള്ള വിവരം എന്തുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിലുള്ളവർക്ക് ഉണ്ടാകാതെ പോയത് എന്ന് പറയുന്ന ചോദ്യമാണ്. അന്ന് ആ ഡോക്ടർ ആ വിഷയം അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ആ സ്ത്രീയുടെ ജീവിതം സാധാരണ നിലയിൽ പോയേനെ. ഇതിപ്പോൾ ഒരു കുഞ്ഞിനെ കൊല്ലുമ്പോൾ കുഞ്ഞ് മാത്രമല്ല മരിക്കുന്നത്, അമ്മയും മരിച്ചു പോവുക, ആ കുടുംബം പോലും മരിച്ചു പോവുക. 10-24 വയസ്സ് മാത്രമുള്ള, ജീവിച്ചിട്ട് 20-22 വർഷം മാത്രമായിട്ടുള്ള സ്ത്രീകൾ
ഈ പ്രസവാനന്തരം അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് പോവുക. ഇത് സനീഷ്, ഈ കൊലപാതകം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും അങ്ങറ്റമാണ്. അതായത് ഈ ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങൾ മൂർച്ഛിച്ച് അതിൽ ഈ പറയുന്ന നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഗർഭകാലത്ത് പ്രസവിച്ച ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് തന്നെ എനിക്കറിയാം, ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഡൗൺ ആയി പോവാറുണ്ട്. നമുക്ക് പല വിധത്തിലുള്ള ആങ്സൈറ്റീസ് വരും. ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. ഇതിൻ്റെയൊക്കെ ആ മൂർച്ഛിച്ച രൂപത്തിലാണ് അങ്ങനെയൊന്ന് സംഭവിക്കുന്നത്. പലപ്പോഴും പലർക്കും ഇത് സ്വയം ഫൈറ്റ് ചെയ്ത് തന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റിയെന്നിരിക്കും. ചിലർക്ക് അങ്ങനെ പറ്റാത്തവരായിരിക്കും ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ ചെന്ന് എത്തിപ്പെടുന്നത്. അതിനകത്ത് പലവിധ കാരണങ്ങളുണ്ട്. കുടുംബത്തിൽ നിന്നുള്ള പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ തന്നെ പ്രസവിച്ചതിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ആളുകളെ കുഴപ്പത്തിലാക്കാറുണ്ട്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം ആ അമ്മയ്ക്ക് ഉറക്കം ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് തന്നെ ചിന്തിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ പലവിധ കാരണങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. എന്തായാലും കേരളം ഇതുവരെയും ഇത് ആ വിധത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. നമ്മൾ അതൊരു കണ്ണു തുറപ്പിക്കുന്ന മട്ടിൽ ആ പരമ്പര തുടങ്ങി എന്നുള്ളതിൽ സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നുന്നുണ്ട്. തീർച്ചയായും അഭിമാനകരമായൊരു കാര്യമാണത്. ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ 112 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ അമ്മമാർ കൊലപാതകികളായിട്ടാണ് നിൽക്കുന്നത്. കൊലപാതകികളാണ്, അതായത് ഒരു മനുഷ്യ ജീവനെ ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ കൊലപാതകം തന്നെയാണ്. പക്ഷേ ഫൗസിയുടെ സ്റ്റോറിയിൽ വിദേശ രാജ്യത്തെ ചില ഉദാഹരണങ്ങളൊക്കെ വെച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കൊലപാതക കേസായിട്ട് ഇത് പരിഗണിക്കുമ്പോൾ തന്നെയും ഇവരുടെ മാനസിക നില ഇങ്ങനെയായിരുന്നു എന്നത് പരിഗണിക്കപ്പെടണം. ഇവരുടെ മാനസിക നില ഇങ്ങനെയാകുന്നതിന് കാരണം ഈ പെരിനാറ്റൽ സൈക്കോസിസ് എന്ന അവസ്ഥയാണ്. അത് കോടതി മുറികൾക്കകത്ത് തന്നെ ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഈ കാര്യം വരണം. ഒപ്പം നിരന്തരമായിട്ടൊരു കൊലപാതക കേസിലെ പ്രതി, ഒരു കൊലപാതകി ഓടിക്കുന്നത് പോലെ കോടതികളിൽ നിന്ന് കോടതികളിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും ഓടിക്കരുത് ഇവരെ. കാരണം ഇവരുടെ ആരോഗ്യനില തകർന്നിരിക്കുകയാണ്, ഇവരുടെ മാനസികാരോഗ്യനില തകർന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ ആ നിലക്ക് പരിഗണിക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടായി വരണം എന്നതാണ് ന്യൂസ് മലയാളം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു അവബോധം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അമേരിക്കയിലെ ചില സ്റ്റോറികൾ വെച്ച് ഫൗസി അത് സമർത്ഥിക്കുന്നുണ്ട്. അതായത് അമേരിക്കയിൽ 3 കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ ഒരു നഴ്സായ അമ്മ, അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു, നട്ടലൊക്കെ പൊട്ടിയിട്ട് കിടപ്പിലായി. പക്ഷേ അവർ പിന്നീട് ഈ കോടതി നടപടികളിലേക്ക് പോയപ്പോൾ കോടതി തന്നെയും ഇത് പെരിനാറ്റൽ സൈക്കോസിസ്, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന രോഗാവസ്ഥ കൊണ്ടാണ് ഇതുണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് ആ നിലക്ക് പരിഗണിക്കണം, അവർക്ക് മെച്ചപ്പെട്ട വൈദ്യശാസ്ത്ര സഹായം കൊടുക്കണം, അവർക്ക് വീട്ടിനകത്ത് ഇരുന്ന് തന്നെ കാര്യങ്ങൾ നിയമ നടപടികളിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ വേണമെന്ന് പറഞ്ഞ് പൊതുജനം ആദ്യം തന്നെയും ഇളകി ആ ആവശ്യം ഉന്നയിച്ചു. അങ്ങനെയാണിപ്പോൾ അതിൻ്റെ വിധി വന്നിട്ടില്ല എന്നാണ് ഞാൻ കണ്ടത്. അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിർഭാഗ്യകരമായ സംഭവം സംഭവിച്ചു കഴിഞ്ഞു. അവരുടെ ജീവിതത്തിലെ എന്നേക്കുമായിട്ട് മനസ്സിൽ ഒരിക്കലും മായാത്ത മുറിവായിട്ട് ഈ കുഞ്ഞുങ്ങളെ കൊന്ന സംഭവം കിടക്കും. പക്ഷേ അവരോടൊപ്പം നിൽക്കാനുള്ള ചുമതല അവർ കൊലപാതകികളാണെങ്കിൽ പോലും പൊതുസമൂഹത്തിനുണ്ട്. ആ നിലക്ക് നമ്മുടെ പൊതുസമൂഹ മനസ്സും നിയമ സംവിധാനങ്ങളും പോലീസ് സിസ്റ്റമൊക്കെ ഉണർന്നു വരണം എന്നതാണ് ന്യൂസ് മലയാളം ഈ ഒരു വാർത്താ സീരീസ് സംപ്രേഷണം ചെയ്യുന്നതോട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അതിലൊരു ഉണർവ് തന്നെ വേണം. കാരണം അമേരിക്കയിൽ അത് അത്ര വേഗം സാധിച്ചെങ്കിൽ അമേരിക്കയിലും അത്ര വേഗത്തിലല്ല സാധിച്ചത്. ബ്രിട്ടനിൽ 100 വർഷം മുന്നേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇത്തരം നിയമങ്ങൾ. പക്ഷേ അമേരിക്കയിൽ വളരെ വൈകിയാണ്. നമ്മൾ ഫൗസിയ ചെയ്ത ആ സ്റ്റോറി പറയുന്നുണ്ട്, വളരെ വൈകിട്ടാണ് ഉണ്ടായത്. പക്ഷേ ഇന്ത്യയിൽ അതിലും കൂടുതൽ സമയമെടുക്കും. കാരണം നമുക്കറിയാം, ഇവിടെ അമ്മ എന്ന് പറയുന്നത് അത്രയും ദിവ്യ പദവിയാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും ചെയ്തുകൂടാത്ത ക്രൈമാണ് ചെയ്തിരിക്കുന്നത്. മറ്റാരും ഒരു കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞാൽ സമൂഹം ഒരു പക്ഷേ ക്ഷമിക്കുമായിരിക്കും. പക്ഷെ സ്വന്തം അമ്മ കൊന്നു എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സമൂഹമാണ് നമ്മളുടേത്. അതുകൊണ്ടാണ് ഇവിടെ ബോധവൽക്കരണം വളരെയധികം വേണ്ടത്. അത് ഈ വീട്ടുകാർക്ക് മാത്രമല്ല വേണ്ടത്, പൊതുസമൂഹത്തിനും വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 2 തരത്തിലുള്ള നീതി നിഷേധമാണ് ശരിക്കും സംഭവിക്കുന്നത്. മെഡിക്കലി അവർക്ക് ആ ഹെൽപ്പ് കിട്ടുന്നില്ല. അത് ആദ്യഘട്ടത്തിൽ തന്നെ കിട്ടിയിരുന്നെങ്കിൽ അവർ ഒരിക്കലും കൊലപാതകികളാകില്ല. അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന അസുഖമാണ്. രണ്ടാമത്, ഇങ്ങനെ ഒരു ഏറ്റവും വേഴ്സായിട്ടുള്ള കാര്യം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് കിട്ടുന്ന നീതി നിഷേധമാണ്. നിയമം മൂലമുള്ള പരിരക്ഷ കിട്ടാതിരിക്കുക എന്ന് പറയുന്നത്. ആജീവനാന്തം ഇരുട്ടറകളിൽ അല്ലെ, പാപം ചെയ്തു എന്ന് പറയുന്ന ബോധത്തിൽ അവർ ഇരുട്ടറകളിലാണ് കഴിയുന്നത്. പിന്നെ ഈ കോടതി മുറികളിൽ വഴി ഈ അന്വേഷണത്തിൻ്റെ എല്ലാ പ്രോസസ്സിൽ കൂടിയും കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളത്. ഇതിനകത്താണ് ഒരു ഗൗരവതരമായ ചിന്ത, ചർച്ച വേണ്ടത് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഗൗരവതരമായുള്ള ചിന്തയും ചർച്ചയും പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്ക് ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറികളാണ് ചില വാർത്തകൾ വന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ കാസർഗോഡ് നിന്ന് വന്ന സുമംഗള എന്ന് പറയുന്ന സ്ത്രീയുടേത്, അവരുടെ ചെവിയിൽ വന്ന് അവർക്ക് ഒരുപാട് ഈ പോസ്റ്റ്മോർട്ടം പ്രശ്നങ്ങളോടൊപ്പം തന്നെ ഭൗതികമായിട്ട് അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു, അവർ വീട്ടിലേക്ക് പോകേണ്ടി വന്നു, എൻ്റെ കുഞ്ഞല്ല എന്ന് ഭർത്താവ് പറയുന്ന നിലയുണ്ടായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവർ ഈ കുഞ്ഞിനെ എടുത്തിട്ട് അവരോട്
കുലദൈവം വന്ന് ചെവിയിൽ പറയുകയാണ്. അവരങ്ങനെ അനുഭവിക്കുന്നത്. നീ നിൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് ദൂരെ നടന്നു പോയിട്ട് വയലിൽ വെയിലത്ത് കുഞ്ഞിനെ കിടത്തൂ, നഗ്നയായിട്ട് കുഞ്ഞിനെ കിടത്തൂ, നീയും നഗ്നയായിട്ട് നിൽക്കൂ. അങ്ങനെ തന്നെ ചെയ്ത് കുഞ്ഞിനെ അവിടെ കിടത്തി കുഞ്ഞ് മരിച്ചു പോകാനുണ്ടായത്. അതാണല്ലോ സംഭവം. അപ്പോൾ ഇത്തരം വലിയ അത്ഭുതകരമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന വാർത്തകൾ സ്വാഭാവികമായിട്ടും വലിയ ചർച്ചകൾക്ക് പൊതുസമൂഹത്തിൽ ശരിയാണ്. ഈ വാർത്തകൾ വരുമ്പോൾ സനീഷ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പെരിനാറ്റൽ സൈക്കോസിസ് എന്ന വാക്ക് തന്നെ ഒരു പക്ഷേ നമ്മളായിരിക്കും ആദ്യം എഴുതി കാണിച്ചത്. അതല്ലെങ്കിൽ ഗർഭാനന്തര വിഷാദ രോഗം കാരണം ഒരു കുട്ടിയെ കൊന്നു എന്ന് എന്തെങ്കിലും ഒരു മാധ്യമം എഴുതി കണ്ടിട്ടുണ്ടോ? ഇവളും അമ്മയോ എന്ന മട്ടിലുള്ള ചർച്ചയാണ് എപ്പോഴും നടക്കാറുള്ളത്. ഈ പറയുന്ന പൊതു സൈക്കിനൊപ്പം തന്നെയാണ് മാധ്യമങ്ങൾ നിന്നിട്ടുള്ളത്. ദിവ്യമായ ഒരു പൊസിഷനിൽ ഇരുന്ന് ഒരിക്കലും ചെയ്തുകൂടാത്ത ക്രൈം ചെയ്തു എന്ന മട്ടിൽ. അപ്പോൾ മാധ്യമങ്ങൾക്കും അതിനകത്ത് നമ്മളും സ്വയം ചിന്തിക്കേണ്ട ഒരു സംഗതിയാണിത്. അതിനൊരു തുടക്കമായി എന്നുള്ളതാണ്. നമ്മൾ ആദ്യമായി ഇങ്ങനെ ഒരു വാക്ക് ഇതുകൊണ്ടല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഒരു കൊലപാതകം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി ഒരു വാർത്ത ബക്കറ്റ് മുക്കി കൊന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഇതും ഒരു കാരണമാണ്. അതാ നമ്മളിപ്പോൾ ഇത്തരം സംഗതികളോട് ചേർത്ത് അഭിമാനത്തോടെ എന്ന് പറയുന്നത് ശരിയല്ലായിരിക്കാം. പക്ഷേ എങ്കിലും നമുക്ക് അഭിമാനത്തോടെ നിൽക്കാവുന്ന ഒരു നിലയാണ്. അതായത് ഇപ്പം സ്ത്രീവിരുദ്ധമായിട്ടുള്ള വാർത്തകളൊക്കെ പണ്ടൊരു മാധ്യമങ്ങളെല്ലാം പ്രയോഗിക്കുമായിരുന്നു. പൊതുസമൂഹം മാറിയപ്പോൾ മാധ്യമങ്ങളും മാറി. ഇപ്പോൾ ഇത്ര പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ അമ്മമാരെയും സ്ത്രീകളെയും ജനസംഖ്യയുടെ പകുതിയിലേറെ വരുന്ന സ്ത്രീജനങ്ങളെ ആകെ തന്നെയും ബാധിക്കുന്നൊരു കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂസ് മലയാള പറഞ്ഞ പെരിനാറ്റൽ സൈക്കോസിസ് എന്നൊരു ഗൗരവതരമായിട്ടുള്ള പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്. അത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിലേക്ക് എത്തിക്കുന്നുണ്ട് ആളുകളെ. അതും 112 കുഞ്ഞുങ്ങളുടെ മാത്രം നമ്മൾ തന്നെയും ഓടി നടന്ന് പണം ചെലവഴിച്ച് നമ്മൾ ചെന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ആ തരത്തിൽ നമുക്ക് സന്തോഷിക്കാനെന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ആ നിലക്ക് നമുക്കതിനെ കാണാനുള്ള ഒരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഇത് ആ നിലക്കുള്ള ഒരു ചർച്ച വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. എംപിമാരൊക്കെ ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കണം എന്ന മട്ടിൽ സംസാരിച്ചിട്ടുണ്ട് നമ്മളോട്. രാഷ്ട്രീയക്കാർ ഇതിനെക്കുറിച്ച്, സെലിബ്രിറ്റികളൊക്കെ പലരും സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. നമുക്ക് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ഒരു പ്രതികരണങ്ങൾ, വെളിപ്പെടുത്തലുകൾ അതിലേക്ക് കൂടി ഈ പൊതുമണ്ഡലങ്ങളിലുള്ള ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി കടക്കാം എന്ന് തോന്നുന്നു.